കനക. കരകാട്ടക്കാരൻ എന്ന ചിത്രത്തിലെ അസാധ്യമായ പ്രകടനം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട നടിയാണ് കനക. സൂപ്പർ ഹിറ്റ് മലയാള ചലച്ചിത്രം ഗോഡ്ഫാദർ ആണ് കനകയുടെ ആദ്യ മലയാള ചലച്ചിത്രം. 1990 മുതൽ 2000 വരെ കനക മുൻനിര നായികയായിരുന്നു. 15-ാം വയസ്സിലാണ് കനക നായികയായി എത്തിയത്. ഒരു വർഷം കൊണ്ട് 8-ലധികം ഹിറ്റ് ചിത്രങ്ങളാണ് കനക നൽകിയത്. മലയാള സിനിമയുടെ ഭാവി വാഗ്ദാനമായ കനകയുടെ ജീവിതം മറ്റൊന്നായി മാറി. നടിയായ ദേവികയായിരുന്നു കനകയുടെ അമ്മ. ദേവികയുടെ വിയോഗവും സ്വത്തിൻ്റെ പേരിൽ അച്ഛനുമായി തർക്കം, തെളിയിക്കപ്പെടാത്ത കനകയുടെ വിവാഹവും ഭർത്താവിൻ്റെ വിയോഗവും അമ്മയുടെ വേർപാടും എല്ലാം കനകയുടെ ജീവിതം ഇല്ലാതാക്കി. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ അനാഥപ്രേതത്തെ പോലെ കനക ഇപ്പോൾ ചെന്നൈയിലെ വീട്ടിൽ താമസിക്കുന്നു. ഇപ്പോൾ 51 വയസ്സാണ് കനകയ്ക്ക്. 25 വർഷമായി കനക സിനിമാ ജീവിതം വിട്ടിട്ട്. ബേബി അഞ്ജു. 2-ാം വയസ്സിൽ സിനിമാ ജീവിതം ആരംഭിച്ച നടിയാണ് ബേബി അഞ്ജു. തുടർന്ന് നിരവധി സിനിമകളിൽ ചൈൽഡ് ആർട്ടിസ്റ്റായി അഭിനയിച്ചു. പിന്നീട് സൂപ്പർ താരങ്ങളുടെ നായികയായി അവർ തിളങ്ങി. കൗരവർ, താഴ്വാരം, നീലഗിരി തുടങ്ങിയ ചിത്രങ്ങൾ ബേബി അഞ്ജുവിൻ്റെ ശ്രദ്ധേയമായ സിനിമകളായിരുന്നു. ആ രാത്രി എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ മകളായും, കിഴക്കൻ പത്രോസ് എന്ന ചിത്രത്തിൽ സഹോദരിയായും, കൗരവറിൽ മമ്മൂട്ടിയുടെ ഭാര്യയായും അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച നടിയാണ് ബേബി അഞ്ജു. 17-ാം വയസ്സിൽ ബേബി അഞ്ജു എടുത്ത തെറ്റായ തീരുമാനം അവരുടെ ഭാവി തന്നെ ഇല്ലാതാക്കി. ടൈഗർ പ്രഭാകർ എന്ന നടനുമായി ബേബി അഞ്ജു പ്രണയത്തിലായിരുന്നു. 3 വിവാഹങ്ങൾ കഴിച്ച ടൈഗർ പ്രഭാകർ സത്യം മറച്ചു വെച്ചാണ് അഞ്ജുവിനെ വിവാഹം കഴിച്ചത്. എന്നാൽ ചതി തിരിച്ചറിയുമ്പോഴേക്കും ബേബി അഞ്ജു ഗർഭിണിയായിരുന്നു. അന്ന് 17 വയസ്സുള്ള ബേബി അഞ്ജു 50 വയസ്സുള്ള പ്രഭാകരൻ്റെ ഭാര്യയായി. സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് എല്ലാം അവസാനിച്ചപ്പോൾ താരം കടുത്ത മാനസിക സംഘർഷം നേരിട്ടു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അവർ സീരിയലുകളിൽ ചെറിയ റോളുകൾ ചെയ്തു തിരിച്ചു വന്നു. ഒരു മുൻനിര നായികയായി തിളങ്ങേണ്ടിയിരുന്ന ബേബി അഞ്ജുവിൻ്റെ തെറ്റായ തീരുമാനം തകർത്തത് അവരുടെ ഭാവി തന്നെയായിരുന്നു. സരിത. മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിൽ മുൻനിരയിൽ തിളങ്ങിയ നടിയാണ് സരിത. സിനിമയിൽ സജീവമാകുന്നതിന് മുമ്പ് തന്നെ വിവാഹിതയായിരുന്നു സരിത. 16-ാം വയസ്സിൽ തെലുങ്ക് നടനെയാണ് വിവാഹം കഴിച്ചത്. 80കളിൽ സിനിമയിൽ സരിത സജീവമായപ്പോൾ നടൻ മുകേഷുമായി പ്രണയത്തിലായി. ഇരുവരുടെയും വിവാഹം സിനിമാ ലോകം സാക്ഷ്യം വഹിച്ചിരുന്നു. വിവാഹത്തോടെ അഭിനയം നിർത്തിയ സരിതയുടെ ദാമ്പത്തിക ജീവിതം പരാജയമായിരുന്നു. ഇരുവരും വേർപിരിഞ്ഞതിനു ശേഷം മുകേഷിൽ നിന്നും നേരിട്ട ക്രൂരതകൾ തുറന്നു പറഞ്ഞിരുന്നു സരിത. ആദ്യ വിവാഹം പരാജയപ്പെട്ട സരിത സിനിമയുമായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ മലയാള സിനിമയിൽ അവർക്ക് നിരവധി അവസരങ്ങൾ ലഭിക്കുമായിരുന്നു. മലയാളത്തിലെയും മറ്റു ഭാഷകളിലെയുമെല്ലാം മുൻനിര നായകന്മാർക്കൊപ്പം നായികയായി എത്തിയ സരിത ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയപ്പോൾ കാര്യമായ അവസരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. 64 വയസ്സാണ് സരിതയുടെ ഇപ്പോഴത്തെ വയസ്സ്. ശാന്തി കൃഷ്ണ. കാലങ്ങളായി മലയാള സിനിമയുടെ ഭാഗമായ നടിയാണ് ശാന്തി കൃഷ്ണ. 80കളിലും 90കളിലും ശാന്തി കൃഷ്ണ മലയാള സിനിമയിലെ പ്രിയ നായികമാരിൽ ഒരാളായിരുന്നു. 16-ാം വയസ്സിൽ അഭിനയ രംഗത്ത് എത്തിയ ശാന്തി കൃഷ്ണ മലയാളത്തിലെ ഏറെക്കുറെ നായകന്മാരുടെ കൂടെ അഭിനയിച്ചു. സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് നടൻ ശ്രീനാഥുമായി പ്രണയത്തിലായത്. 19-ാം വയസ്സിൽ അവർ വിവാഹിതയായി. സിനിമാ ജീവിതം ഉപേക്ഷിച്ച് വിവാഹ ജീവിതം ആരംഭിച്ച ശാന്തി കൃഷ്ണയുടെ വിവാഹ ജീവിതം 12 വർഷം മാത്രമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം വിവാഹമോചിതയായ ശാന്തി കൃഷ്ണ 30-ാം വയസ്സിൽ വീണ്ടും വിവാഹിതയായി. 18 വർഷങ്ങൾക്ക് ശേഷം ആ ബന്ധവും അവസാനിച്ചു. ആദ്യകാലങ്ങളിൽ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ ശാന്തി കൃഷ്ണയെ തേടിയെത്തിയിരുന്നു. മലയാള സിനിമ വേണ്ടവിധം പ്രയോജനപ്പെടുത്തും മുൻപ് തന്നെ അഭിനയം ഉപേക്ഷിച്ചു പോയ ശാന്തി കൃഷ്ണ തിരിച്ചുവരവ് നടത്തിയപ്പോഴേക്കും മലയാള സിനിമ ഏറെ മാറിയിരുന്നു. എന്നിരുന്നാലും ഏതു വേഷവും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ശാന്തി കൃഷ്ണ മലയാള സിനിമ അവസരങ്ങൾ നൽകി കൂടെ കൂട്ടി. സുനിത. 1986-ൽ രജനീകാന്തിൻ്റെ സിനിമയിലൂടെ ഒരു നല്ല തുടക്കം ലഭിച്ച നടിയാണ് സുനിത. മലയാള സിനിമയും സുനിതയെ പ്രശസ്തിയിലെത്തിച്ചു. മമ്മൂട്ടി, മോഹൻലാൽ, മുകേഷ്, ജയറാം എന്നിങ്ങനെ മുൻനിര നായകന്മാരുടെ നായികയായിരുന്നു സുനിത. വിവാഹശേഷം അഭിനയം ഉപേക്ഷിച്ച പല നടിമാരും തിരിച്ചുവരവ് നടത്തിയെങ്കിലും ചിലർ ക്യാമറയ്ക്ക് മുൻപിൽ മുഖം നൽകാതെ സ്വകാര്യ ജീവിതത്തിൽ സന്തോഷവതിയായി കഴിയുകയാണ്. അങ്ങനെ മലയാളികൾ മറന്നു തുടങ്ങിയ ഒരു നടിയായിരുന്നു സുനിത.
ആന്ധ്ര സ്വദേശിനിയായ സുനിത വിവാഹത്തോടെ അഭിനയം നിർത്തിയത് പ്രേക്ഷകർക്ക് വലിയ തിരിച്ചടിയായിരുന്നു. വിവാഹശേഷം US-ൽ സെറ്റിലായ സുനിത നൃത്താഞ്ജലി എന്ന സ്കൂൾ നടത്തുകയാണ്. അടുത്ത കാലത്ത് ഇന്ത്യയിൽ തിരിച്ചെത്തിയ സുനിത മലയാള സിനിമയിൽ നല്ല അവസരങ്ങൾ ലഭിച്ചാൽ അഭിനയിക്കാൻ തയ്യാറാണെന്നും നല്ല കഥാപാത്രങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നും പറഞ്ഞിരുന്നു. ചിത്ര 1990കളിൽ തിരക്കേറിയ നടിയായിരുന്നു ചിത്ര. മോഹൻലാലിൻ്റെ നായികയായാണ് അവർ സിനിമയിൽ എത്തുന്നത്. തെന്നിന്ത്യയിലെ മിക്ക നായകന്മാർക്കൊപ്പം അവർ അഭിനയിച്ചു. വിവാഹത്തോടെയാണ് ചിത്ര അഭിനയം നിർത്തിയത്. 2001 പുറത്തിറങ്ങിയ സൂത്രധാരൻ ആയിരുന്നു ചിത്രയുടെ അവസാന സിനിമ. 100-ലധികം സിനിമകളിൽ അവർ അഭിനയിച്ചിരുന്നു. വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയിൽ തിരിച്ചെത്തണം എന്ന് ചിത്ര ആഗ്രഹിച്ചിരുന്നു. 51-ാം വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്ന് ചിത്ര മരണമടഞ്ഞു. ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ നല്ല കഥാപാത്രങ്ങൾ അവർ മലയാള സിനിമയ്ക്ക് സമ്മാനിക്കുമായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഐശ്വര്യ ഭാസ്കർ, നരസിംഹം, പ്രജ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രിയങ്കരിയാണ് ഐശ്വര്യ ഭാസ്കർ. കൂടാതെ പഴയകാല സൂപ്പർ നായിക ലക്ഷ്മിയുടെ മകളാണ് അവർ. മലയാള സിനിമയ്ക്ക് പുറമെ തമിഴിലും തെലുങ്കിലും ഐശ്വര്യ സജീവമായിരുന്നു. 1994 വിവാഹിതയായതോടെ അഭിനയ ജീവിതം ഉപേക്ഷിച്ചു. 3 വർഷത്തിനു ശേഷം വിവാഹമോചിതയാവുകയും ചെയ്തു. പിന്നീട് സിനിമയിൽ തിരിച്ചെത്തിയ അവർക്ക് കാര്യമായ അവസരങ്ങളൊന്നും ലഭിച്ചില്ലെങ്കിലും സീരിയലുകളിൽ സജീവമായിരുന്നു. പിന്നീട് തെരുവുകളിൽ സോപ്പ് കച്ചവടം നടത്തിയാണ് അവർ ജീവിക്കുന്നത് എന്ന് വാർത്തകൾ വന്നിരുന്നു. സിനിമകളിലും സീരിയലുകളിലും കൂടുതൽ അവസരങ്ങൾ ലഭിക്കാത്ത ഐശ്വര്യയ്ക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. നിലവിൽ ഓൺലൈനായി സോപ്പുകൾ വിറ്റഴിച്ചാണ് അവർ ജീവിക്കുന്നത്.